എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. അതെ ഗൈസ്, സിനിമയല്ല കേട്ടോ. ഷാലോം ടി വിയിൽ കുറച്ച് നാൾ മുമ്പ് എൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. വളരെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു അത് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവരത് ഫുള്ള് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ ആ ചെറിയ സ്ഥലത്ത് അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഓരോ ഷോട്ടും ഭയങ്കര എസ്തറ്റിക്കായിട്ടാണ് അവർ അത് അറേഞ്ച് ചെയ്തതൊക്കെ. ശരിക്കും ആ ടീമിനെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ കണ്ടവരൊക്കെ പറഞ്ഞ് ഞാൻ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു എന്നും പറഞ്ഞു. അതും ആ ടീമിൻ്റെ കയ്യിൽ തന്നെയാണ് കേട്ടോ. കാരണം അവരെങ്ങനെ അങ്ങനെ പറ ഇങ്ങനെ പറയാമെന്നൊന്നും പറഞ്ഞ് എന്നെ റെസ്ട്രിക്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാനും പറ്റി. എൻ്റെ ഈ കഥയൊക്കെ ഇൻസ്പയറിങ് സ്റ്റോറി ആക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ ആർട്ടിക്കിൾസ് എഴുതുന്ന ആൾക്കാരും അതുപോലെ ഓൺലൈൻ മീഡിയാസൊക്കെ ചിലപ്പോൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ പലപ്പോഴും ചിലരോടൊക്കെ നമ്മൾ കഥകൾ പറയുമ്പോൾ ചിലരത് വളരെ പോസിറ്റീവ് അപ്രോച്ചിലാണ് അത് എഴുതാറ്. പക്ഷെ ചിലരോട് പറയുമ്പോൾ അത് ഒരു കഥനകഥയാക്കിയായിരിക്കും എഴുതുന്നത്. അത് എനിക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം എൻ്റെ ലൈഫിനെ ഞാനെപ്പോഴും വളരെ പോസിറ്റീവ് അപ്രോച്ചോട് കൂടിയും ഒരു ഹാപ്പിനെസ്സോട് കൂടിയും കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ കഥ ഒരു കഥനകഥയാക്കുക എന്ന് പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഈ ഷാലോം ടീമിനോടും ഞാൻ ആ ഒരു റിക്വസ്റ്റ് മാത്രമേ വെച്ചുള്ളൂ. ആൻഡ് അവർ ആ പ്രോമിസ് 100% പാലിച്ചു കേട്ടോ. വളരെ പോസിറ്റീവ് അപ്രോച്ചിലാണ് ആ ഫുൾ കാര്യം അവർ പറഞ്ഞിരിക്കുന്നത്. അതിന് അവരോടൊരു വലിയ താങ്ക്സ് പറയാനുണ്ട്. പിന്നെ ഏറ്റവും രസമായിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് എൻ്റെ ഒരു പ്രോഗ്രാം കണ്ട് എന്നെ പുറത്ത് വെച്ച ഒരാൾ തിരിച്ചറിഞ്ഞു ഗൈസ്. ഈ ആൻറ്റിയുടെ പേരാണ് ലീലാമ്മ. ഈ ആൻറ്റി എന്നെ കണ്ടപ്പോൾ ഓടി വന്നിട്ട് ചോദിച്ചു, ഷാലോമിൽ വന്നതല്ലേ മോളെ, ഞാൻ പ്രോഗ്രാം കണ്ടു എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സ്നേഹത്തിലാട്ടോ എന്നോട് സംസാരിച്ചത്. എന്നെ കുറേ നാളായിട്ട് അറിയാവുന്ന പോലെയാണ് പുള്ളിക്കാരി എന്നോട് സംസാരിച്ചത്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ പിന്നെ ഒന്നും നോക്കില്ല, അപ്പം തന്നെ വീഡിയോ എടുത്തു. കാരണം ഇതെനിക്ക് ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് ഇതിനെ കോൺടാക്റ്റ് ചെയ്തത് മാർഷലാണ്. അപ്പം മാർഷലിനും ഷാലോം ടി വിക്കും അതുപോലെ തന്നെ ഈശോയ്ക്കും താങ്ക് യു.